ഹലോ എവ്രി വൺ. ഇത് നമ്മൾ ബാബിക്യൂ നേഷനിൽ ഫുഡ് കഴിക്കാൻ പോയതാണ് കേട്ടോ. ഒരു ദിവസം രാത്രി നമ്മൾ മാത്രമല്ല, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനും പ്രനിയും പൂനെയിൽ നിന്ന് നാസിക്കിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ട്രീറ്റിന് വിളിച്ചതാണ് കേട്ടോ. അതാ എല്ലാവരും ഉണ്ട്. വിശ്രോത്, വിനയ്, ദീപ്തി, പ്രനി, സൂരജേട്ടൻ, പേരറിയാത്തേട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇതാണ് സ്റ്റാർട്ടറിനകത്തായിട്ട് വന്നത്. എന്താ പേരൊന്നും നമുക്കറിഞ്ഞൂടാ. പിന്നെ ഓരോ ഐറ്റംസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു സ്റ്റാർട്ടേഴ്സിൽ. ചോറ് വന്നു, സാമ്പാറും വന്നു, പായസവും വന്നു. ആരും തെറ്റിദ്ധരിക്കണ്ട, നമ്മൾ വെജിറ്റേറിയൻ ഐറ്റംസ് എല്ലാം ഒഴിവാക്കിയിട്ട് നോൺ വെജ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ നോൺ വെജ് മാത്രമേ നമുക്ക് കൊണ്ടു തന്നുള്ളൂ. ഞാനിത് ആസ്വദിച്ച് വെട്ടി വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടേഴ്സാണ് മെയിൻ കോഴ്സ് പോലെ ഇങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്കം ഞാൻ കഴിക്കുന്നത് കണ്ടിട്ട് ചുറ്റുമുള്ളവരും അന്നം വിട്ട് നിന്നിട്ടുണ്ടാവും. പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. ഇത്രയായപ്പോഴേക്കും എൻ്റെ ദീപ്തിയുടെയും വയറിൻ്റെ മുക്കാൽ ഭാഗം നിറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു 2 റൗണ്ട് നടന്ന് വന്നിട്ട് ബാക്കി കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് മെയിൻ കോഴ്സിൻ്റെ പാത്രങ്ങളൊക്കെ തുറന്നു വെക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ തുറക്കുമ്പോൾ നമ്മുടെ മണിച്ചിത്രത്താഴിലെ ശോഭനയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആയിരുന്നു എനിക്ക്. നമ്മുടെ നാഗവല്ലിയുടെ ആഭരണങ്ങൾ പുറത്തെടുക്കുമ്പോഴുണ്ടാവുന്ന ആ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇല്ലേ, അത് തന്നെ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കണ്ണുകളിൽ പാനിപ്പൂരി പാത്രം മുടക്കിയത്. ഗൈസ്, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മറ്റക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണൊഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളിൽ എന്തോരം തീറ്റയായി തിന്നുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ എന്റെ ചുറ്റും ഇരിക്കുന്നവര് തിന്നുന്ന കണ്ടാൽ നിങ്ങളുടെ ബോധം അപ്പൊ പോവാൻ സാധ്യതയുണ്ട്. ചിക്കൻ കാലുകളെ തേജോവധം ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ആകെ 1/2 ഇഞ്ചിന്റെ കുഴലാണ് ഈ ദഹനത്തിന്റെ പണികൾക്കെല്ലാമായിട്ട് ഉള്ളിൽ വെച്ച് തന്നിട്ടുള്ളത്. 30 ഇഞ്ചിന്റെ കുഴലുണ്ടെങ്കിൽ പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത തീറ്റയാണ് ഓരോരുത്തരും തിന്നണത്. ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഷുഗർ കട്ട എന്ന് പറഞ്ഞിട്ട് കത്തി വെച്ച് ഷുഗർ കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയനി. കണ്ട, ഇതാണ് ഷുഗർ കട്ട്. ഇങ്ങനെ ഒരു ഷുഗർ കട്ട് നിങ്ങൾ ആരും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് എൻ്റെ ഷുഗർ കട്ട്. അങ്ങനെ മൊത്തത്തിൽ എല്ലാ യുദ്ധവും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വയറ് നിറഞ്ഞിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. തീറ്റയിൽ മുഴുകിയതുകൊണ്ട് നേരം പോയതും ഞങ്ങൾ അറിഞ്ഞില്ല. ആദ്യമായിട്ടൊരു മോൾ അടച്ചു പൂട്ടുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണാനുള്ള ഭാഗ്യം കൂടി എനിക്കുണ്ടായി. ഈ അവസരം ഒരുക്കി തന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.